എറണാകുളം ഉദയം പേരൂരിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിൽ മാപ്പ് പറയുന്നതായി പാസ്റ്റർ ദീപു ജേക്കബ്. പാകിസ്ഥാന്റെ ഉൾപ്പെടെ 20 രാജ്യങ്ങളുടെ പതാകകൾ ഒരു വർഷമായി പ്രാർത്ഥനാ ഹാളിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിക്കേണ്ടതായിരുന്നു. ചിലരുടെ വ്യക്തി താൽപ്പര്യമാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമെന്നും ദീപു ജേക്കബ് ന്യൂസ് 18 പറഞ്ഞു. പാക് പതാക ഉപയോഗിച്ചതിൽ ഉദയം പേരൂർ പോലീസ് കേസെടുത്തിരുന്നു. വലിയ വിവാദമായതാണ് പാകിസ്ഥാൻ പാസ്റ്റർമാർ ആ പരിപാടിയിൽ പാക് പതാക ഉപയോഗിച്ച സംഭവം. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പെഹൽഗാം സംഭവത്തിന് ശേഷം രാജ്യം പാകിസ്ഥാനെതിരായ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ പാക് പതാക ഒരു പ്രാർത്ഥനാ ഹാളിൽ പ്രദർശിപ്പിച്ച സാഹചര്യമുണ്ടായത്. ഇത് സ്വാഭാവികമായും വലിയ വിവാദമായതാണ്. പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ അതിൽ മാപ്പ് പറയുകയാണ് ആ പാസ്റ്റർ എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ആ പാസ്റ്റർ നൽകുന്ന വിശദീകരണം? ഒപ്പം പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് നീങ്ങിയത്? സജിത്ത്, ഈ വിഷയത്തിൽ പരാതി പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതും നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അയാളുടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ന്യൂസ് 18-മായി ഈ പാസ്റ്റർ ദിബു ജേക്കബ് സംസാരിക്കുകയുണ്ടായി. ദിബു പറയുന്നതായി കാര്യത്തിലുള്ള ഒരു വിശദീകരണം എന്ന രീതിയിൽ പറയുന്നത്, പോലീസിന് ഇന്നലെ തന്നെ ഇതുമായി കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ചില വ്യക്തികളാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷമായി ഈ ഒരു പ്രാർത്ഥനാ മുറിയിൽ പതാക വിവിധ രാജ്യങ്ങളുടെ, പാകിസ്ഥാൻ്റേതടക്കം 20 രാജ്യങ്ങളുടെ പതാകകൾ അവിടെ ഉണ്ട്. അത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ലോക സമാധാനത്തിനടക്കം വേണ്ടി നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം തന്നെ ഈ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത്തരം പതാകകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യം, ഉണ്ടായിരിക്കുന്ന ഈ പാകിസ്ഥാനുമായി ഉടലെടുത്തിരിക്കുന്ന ഈ സങ്കീർണതകൾ, അത് തൻ്റെ ശ്രദ്ധയിൽ താനത് പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ തൻ്റെ ശ്രദ്ധയിലേക്ക് അത് വന്നില്ല, പെട്ടെന്നത് ആലോചിച്ചില്ല. അത് താൻ തീർച്ചയായും തന്നെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. താനത് തീർച്ചയായും അത് മാറ്റേണ്ടതായിരുന്നു, അവിടെ നിന്ന് താനത് പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല. കാരണം കഴിഞ്ഞ ഈ ഒരു വിഷയങ്ങൾ, പാകിസ്ഥാനുമായി ഉണ്ടായിരിക്കുന്നൊരു വിഷയങ്ങൾ, അതിനിപ്പോൾ ഒരു സമാധാനത്തിലേക്കും കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല. ആ ഒരു യുദ്ധ സാഹചര്യങ്ങളിൽ കുറച്ച് അയവ് വന്നതുകൊണ്ട് പെട്ടെന്നത് ഓർത്തില്ല. പക്ഷേ അത് താൻ പരിഗണിക്കേണ്ടതായിരുന്നു, താൻ ഓർക്കേണ്ടതായിരുന്നു. തീർച്ചയായും അത് ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ വന്നു പോയ ഒരു തെറ്റിന് താൻ മാപ്പ് ചോദിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ദീപു ജേക്കബിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വേഗത്തിൽ നിഷ്കളങ്കമായി ചെയ്ത ഒരു കാര്യത്തെ അത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചാന്നറിയത്തില്ലെങ്കിലും അത് വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. നമ്മൾ രാജ്യത്തെ ബഹുമാനിക്കുകയും എല്ലാ രാജ്യങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തത്. തീമോഥെയോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന്. ഞങ്ങൾ നമ്മുടെ രാജ്യത്തിനും എല്ലാ അയൽ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എനിക്കങ്ങനെ തോന്നിയില്ല. ആരുടെയും ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും ഒരു പ്രത്യേകിച്ചൊരു വിഭാഗത്തിൻ്റേതായ ഒരു പ്രേരണ അതിൻ്റെ അകത്തില്ല. ചില വ്യക്തികളുടെ താല്പര്യം ഉണ്ടായോ എന്ന് ചെറിയ മാത്രം എനിക്ക്. നമ്മൾ ജൂൺ 1-ാം തീയതിയാണ് ഇത് എടുക്കുന്നത് തന്നെ. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ മൈൻഡിൽ നിന്ന് ആ കാര്യം എന്തായിപ്പോയി ശ്രദ്ധിച്ചില്ല. അതാണ് സംഭവിച്ചത്. തീർച്ചയായും ഞാൻ അന്ന് തന്നെ അവരോട് പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, ക്ഷമിക്കണമെന്ന്. വന്നവരോടെല്ലാം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞെങ്കിലും പോലീസുകാരുൾപ്പെടെയുള്ളവർ അത് അത്ര വലിയ ഒരു വിഷയമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു സമീപനം നമുക്കുണ്ടായത്. പക്ഷെ ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറിപ്പോയതാണ്. ഇതാണ് ദീപു ജേക്കബ് പറയുന്നത്. ഡാനി, എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ പരിപാടി? ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന ഇദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം തൃപ്തികരമാണോ? പൊതുവിൽ കേട്ടെടുത്ത് വെച്ച് പോലീസിൻ്റെ അന്വേഷണവും പോലീസിൻ്റെ നിരീക്ഷണവും എങ്ങനെയാണ് ഇക്കാര്യത്തിൽ?
സജിത്ത്, ജീസസ് ജനറേഷൻ എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുറ ഉദയംപേരൂർ ഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ദിബു ജേക്കബ. ഇതിൽ നിരവധി പേർ, വിവിധ പാസ്റ്റർമാരടക്കം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ശൈലിയാണ് ഇവരുടേതുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പ്രാർത്ഥനാ യജ്ഞ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത്. അവിടെ ഒരു ഹാൾ അവർക്ക് സ്വന്തമായുണ്ട്. അവിടെയാണ് ഈ പ്രാർത്ഥനകൾ നടക്കുകയും ചെയ്യുന്നത്. ഈ ജൂൺ മാസം ഈ പല വിഷയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവർ പ്രാർത്ഥനാ യജ്ഞം നടക്കുന്നത്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ വിശദീകരണ പ്രകാരം പറയുന്നത് ജൂണിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനകളുണ്ടായിരുന്നു. അതിനു മുൻപ് മറ്റു വിഷയങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് വരികയും എല്ലാം തന്നെ ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചതെന്ന് പറയുന്നു. ഇതിനാണ് പോയ വർഷം അദ്ദേഹം ചൈന സന്ദർശിക്കുമ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ഫ്ലാഗ് 20 രാജ്യങ്ങളുടെ ഫ്ലാഗ് വാങ്ങിക്കുന്നത്. പലയിടങ്ങളിലും എല്ലാം തന്നെ ഇത്തരം പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അങ്ങനെയാണ് ഈ ലോകസമാധാനത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയിലാണ് 20 രാജ്യങ്ങളുടെ പതാകകൾ വാങ്ങി. ഒന്ന് പാകിസ്ഥാൻ്റേതായിരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ തവണയും ഇത്തരം സമാനമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നടത്തിയ പ്രാർത്ഥനയിൽ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഉപയോഗിക്കുമ്പോൾ, അവരുടെ പതാക ഉപയോഗിക്കുമ്പോൾ താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഒരു വിശദീകരണം എന്ന രീതിയിലാണ് ഇപ്പോൾ ന്യൂസ് 18നോട് മാത്രം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. താൻ അതിൽ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം അത് പരിഗണിക്കേണ്ട ഒരു വിഷയമായിരുന്നു, പക്ഷേ അത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം ഇത് സംബന്ധിച്ച പരാതി വന്നിരിക്കുന്നു. കാരണം ഈ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചുകൊണ്ട് ആരാധന നടത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രത്യേക താല്പര്യങ്ങൾ ഇതിനുണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ദിബു ജേക്കബും അതോടൊപ്പം തന്നെ മറ്റ് ഇതിലുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നവർ, സംഘാടക സ്ഥാനത്തുണ്ടായിരുന്നവർ കൃത്യമായും ഈ പോലീസ് സ്റ്റേഷനിലെത്തിയതുമായി വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. ഏതായാലും ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികൾ കാര്യങ്ങളിൽ ഉണ്ടായേക്കും. ഈ രീതിയിലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ താൻ പ്രവർത്തിച്ചു എന്നത് അയാൾ അത് ഏറ്റുപറയുന്നുണ്ട്. അത് മാപ്പ് പറയുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഹാജരായതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകും. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സജിത്ത്, ലോക സമാധാനത്തിന് വേണ്ടി നടന്ന പ്രാർത്ഥനയിൽ വിവിധ ലോകരാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ പതാകയും ഉൾപ്പെട്ടത് എന്നതാണ് ഈ പാസ്റ്ററുടെ വിശദീകരണം. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും നീക്കങ്ങളുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസിന്റെ അന്വേഷണം സ്വാഭാവികം നടക്കും. എന്തായാലും പരാതി ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്.